ഹലോ ഡാർലിങ്സ്, റിയാലിറ്റി ബൈ ഷാരിയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഷഫീന ബീവി അഥവാ മനുഷ്യനും മൃഗവുമല്ലാത്ത സൈബർ റേപ്പിസ്റ്റ്, അതായത് വാക്കുകൾ കൊണ്ട് സൈബർ ഇടങ്ങളിൽ നിന്ന് എന്ത് കൊടും ക്രൂരതയും വിളിച്ചു പറയാൻ മടിയില്ലാത്ത മൈനറായിട്ടുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മനുഷ്യന്മാരെയും എല്ലാവരെയും വാക്കുകൾ കൊണ്ട് പിച്ചിക്കീറുന്ന മനുഷ്യമൃഗം, ദാറ്റ് ഈസ് ഷഫീന ബീവി. അവർക്കെതിരെ ഒരുപാട് അലിഗേഷൻസും പരാതികളും ദിവസക്കണക്കിന് ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു അമ്മ വിളിച്ചിട്ട് കരഞ്ഞു. അവരുടെ 6 വയസ്സുള്ള മകളെ, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 11 വയസ്സ് മകളെ ഇവള് പറഞ്ഞ വർത്തമാനങ്ങൾ ഒരു അമ്മയ്ക്കെന്നല്ല ഒരു മനുഷ്യന് കേട്ട് നിൽക്കാൻ പറ്റില്ല. റേപ്പിസ്റ്റുകൾക്കല്ലാതെ കുഞ്ഞുങ്ങളെ പറയുന്ന ഒരാൾക്കും കേട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ദിസ് ഈസ് അവർക്കെതിരെയുള്ള ക്യാമ്പയിന്റെ 5ാമത്തെ എപ്പിസോഡാണ്. ഷഫീന ബീവി നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, ഞാൻ വിചാരിച്ചിരുന്ന ആളുമല്ല. ഞാൻ വിചാരിച്ചിരുന്ന ഇവർക്ക് എന്തോ പൈസയ്ക്ക് വേണ്ടി, പൈസയാണ് ഇവരുടെ കേട്ടോ, പൈസയാണ് മുഖ്യം ബിഗിലെ. പൈസയ്ക്ക് വേണ്ടി എന്ത് വൃത്തികെട്ട തരംതാണ പ്രവൃത്തിയും സൈബർ ഇടങ്ങളിൽ നിന്ന് കാണിക്കാൻ മടിയില്ലാത്ത അതിഭീകരിയായിട്ടുള്ളൊരു വ്യക്തി. നമ്മൾ ഇവരെ പേടിക്കണ്ട. ഇവര് നമ്മുടെ രാജ്യത്തെ നിയമത്തെയും സൈബർ നിയമത്തെയും പേടിച്ചേ മതിയാവൂ. ഇത്രയൊക്കെ ആൾക്കാർ പ്രതിഷേധിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ, ഇവരുടെ ഒരു ചാനൽ അടിച്ചുപൂട്ടും ഒരു കൂസലുമില്ലാതെ ഇപ്പോഴും ഇരുന്ന് കുഞ്ഞുങ്ങളെ, മൈനറായിട്ടുള്ള കുഞ്ഞുങ്ങളെ വ്യഭിചാരം പറയുന്ന ഇവരെ ഈ നാട് കടത്തണ്ടേ? തീർച്ചയായിട്ടും സൈബർ സെല്ലിനോടും നമ്മുടെ കേരള പോലീസിനോടും മന്ത്രിയോടുമാണ്, വി.ഡി. സതീശൻ, നമ്മുടെ ചീഫ് മിനിസ്റ്റർ വി.ഡി. സതീശൻ സാറിനോടും ആഭ്യന്തരമന്ത്രി എഗെയിൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, യാചിക്കുകയാണ്. നിങ്ങൾ ഇവരെ ശ്രദ്ധിക്കണം, ഇവരുടെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിക്കണം. യൂട്യൂബ് മേത്ത ടീമിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്യണം. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് വയലൻസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ ഹരാസ് ചെയ്യുകയാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. ആരാണ് ഇവർക്ക് ഇങ്ങനെയുള്ള റൈറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ നാട്ടില് നമുക്കറിയാം, നമ്മൾ ഇപ്പോ കുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന പോൺ സൈറ്റുകൾ ഉണ്ടായിരുന്നു. അതിനെതിരെ നമ്മുടെ IT വകുപ്പ്, നമ്മുടെ ഗവൺമെന്റ് നയങ്ങൾ കൊണ്ടുവരികയും കൃത്യമായിട്ട് അങ്ങനെയുള്ള സൈറ്റുകൾ കണ്ടുപിടിച്ച് തകർത്തുകളയും ചെയ്യാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പണ്ട് മുതലേ കുട്ടികളുടെ പടങ്ങൾ ഇടരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കത്തില്ല. പാരന്റ്സിനോടാണ് പറയുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പടങ്ങൾ ഇട്ട് നിങ്ങൾ സന്തോഷിക്കരുത്, അത് ഇങ്ങനെ പോകും എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇപ്പൊ അത് പോൺ സൈറ്റിൽ വരാൻ തുടങ്ങിയപ്പോൾ ചൂട് പിടിച്ചു. അതുപോലെ തൂഫാൻ, മദ്യം കുടിക്കാത്ത യുവജനത MDMAയും അതുപോലെ സ്റ്റിക്കറുകളും സ്റ്റാമ്പുകളും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ച് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൊല്ലുന്ന രംഗങ്ങൾ കാണാൻ തുടങ്ങിയപ്പോൾ തൂഫാൻ ഉണ്ടായി. തൂഫാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ബിഗ് സല്യൂട്ട് ടു ദ കേരള ഗവൺമെന്റ്. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നാണ് സൈബർ അബ്യൂസ് ആൻഡ് സൈബർ റേപ്പ്. അബ്യൂസ് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചില്ലറ കാര്യമല്ല. നമുക്കറിയാം, നമ്മുടെ ജെൻസി കുട്ടികൾ അടിപൊളിയാണ്. ജെൻസി കുട്ടികൾ വെരി ബ്രില്യൻ്റ് ആണ്. ജെൻ ആൽഫ കുട്ടികൾ ബ്രില്യൻ്റ് ആണ്. അവർ സ്മാർട്ടാണ്, വളരെ ട്രെൻഡിയാണ്, അപ്ഡേറ്റഡ് ആണ്. ബട്ട് ദേ ആർ വെരി വീക്ക് ഇൻ ദെയർ ഹാർട്ട്സ്. അവരുടെ മനസ്സുകൊണ്ട് ഒരു ഭയങ്കര വീക്കായിട്ടുള്ള കുട്ടികളാണ്. ഞാൻ അവരെ മോശമാക്കി പറയുകയല്ല. കാരണം നിസ്സാരമായ ഒരു ഫോൺ കിട്ടിയില്ലെങ്കിൽ, കാമുകൻ ചീറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർ വഴക്ക് പറഞ്ഞാൽ, സ്കൂൾ ടീച്ചർ അടിച്ചാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇഷ്ടമുള്ള ഒരു സാധനം ഇതിനൊക്കെ നമ്മൾ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്ന ഒരു കൂട്ടം കുട്ടികളുണ്ട് ജെൻസിയിൽ. അതുപോലുള്ള കുഞ്ഞുങ്ങളെയൊക്കെയാണ്, ആ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെറാപ്പിസ്റ്റുകളെ കൊണ്ട്, കൗൺസിലിംഗ് കൊണ്ടൊക്കെ നമ്മൾ മാറ്റിയെടുക്കാൻ സ്കൂളുകളിലൊക്കെ കൗൺസിലിംഗ് പീരീഡുകളുണ്ട്. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ മയക്കുമരുന്നിൽ നിന്നും ഈ പറയപ്പെടുന്ന മാഫിയകളിൽ നിന്നും, സെക്സ് മാഫിയകളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവളെ പോലുള്ള ചപ്പീന ജീവികൾ, ദ തേർഡ് റേറ്റ് വെർബൽ റേപ്പിസ്റ്റുകളൊക്കെ ഒരു കൂസലുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ നമ്മുടെ രാജ്യത്തുള്ള കുട്ടികളെ വ്യഭിചാരത്തോടുകൂടി, വ്യഭിചാര ചൊവ്വയുള്ള വാക്കുകളോടുകൂടി സംസാരിക്കുമ്പോൾ അതിനെതിരെ ആരാണ് ശബ്ദിക്കേണ്ടത്? പൊതുജനങ്ങൾ ശബ്ദിക്കണം. പൊതുജനങ്ങൾക്ക് ഇവളെ പോലുള്ള, ഇവൾ ഒരാളല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോസിന്റെ പേരിൽ, ക്രിറ്റിസിസത്തിന്റെ പേരിൽ ആൾക്കാരെ വലിച്ചു കീറുന്നുണ്ട്. അതിനൊരു അവസാനം ഉണ്ടാവണം. ഇതൊരു പ്രൊഫഷനാണ്. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനാണ്. യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു പ്രൊഫഷനാണ്. മറ്റൊരു തൊഴിലെടെങ്കിലും പോയിരുന്ന് തെറി പറയുന്നില്ലല്ലോ ആരും ബോധത്തോടെ. അപ്പൊ യൂട്യൂബിൽ ആർക്കാണ് ഇത്രയും പ്രമാദമായി, ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നുകൊണ്ട് തെറി പറയാൻ ആർക്കാണ് ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? തെറിയേക്കാൾ കൂടുതൽ വ്യഭിചാരങ്ങൾ പറയുക, അതിന് വേറൊരു വേർഡാണ്, അത് എനിക്ക് ഉപയോഗിക്കാൻ മടിയുണ്ട്, അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. അത് കുഞ്ഞുങ്ങളെ, മൈനറായിട്ടുള്ള ആൾക്കാരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ പറയാൻ ഒരു സ്ത്രീ എന്ന് ഇവരെ എനിക്ക് വിളിക്കാൻ പറ്റില്ല. അവർക്ക് എങ്ങനെ സാധിച്ചു? 2 കുട്ടികളുടെ അമ്മയാന്നൊക്കെയാ പറയുന്നത്. ബട്ട് ഹൗ ക്യാൻ ഷീ?
ഇനി ഇതിന്റെ പേരിൽ ഇനി ഇവരെന്തെല്ലാം കാഹളം ഉണ്ടാക്കിയാലും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് സൈബർ സെല്ലിനോട്, അല്ലെങ്കിൽ ഇതിനാരാണ് പോലീസിനോട്, കേരള പോലീസ് മേധാവി, കമ്മീഷണർ ഓഫ് പോലീസ് കേരള, ഇവരോടൊക്കെ പറയാണ് ദേവിയെ നിങ്ങൾ ഇവരുടെ വീഡിയോസ് ശ്രദ്ധിക്കണം. ഇവർ പറയുന്ന വാക്കുകൾ, ഇവർ ഓരോ സെലിബ്രിറ്റികളെ എന്നല്ല സാധാരണ വീട്ടമ്മമാരെ പോലും വിടാത്ത. പിന്നെ ഇവരുടെ മെയിൻ ഐറ്റം, നിങ്ങൾ ഇവരുടെ വീട് റെയ്ഡ് ചെയ്യണം, ഇവരുടെ ഫോൺ പിടിച്ചെടുക്കുക. കാരണം ഇവർ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ട്, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പലരെയും സഹായിക്കാമെന്ന വ്യാജന പിടിച്ച് ചേർത്ത് വെച്ചിട്ട് അവരുടെ പണം തട്ടുക. ലക്ഷങ്ങളും 2 ലക്ഷവും 3, ആദ്യം 10,000-ൽ തുടങ്ങും, പിന്നീട് ലക്ഷങ്ങളിലേക്ക് മാറും, പിന്നെ സ്ഥല സ്ഥാപന ജംഗമ വസ്തുക്കളിലേക്കാവും കണ്ണ്. ഇതിന്റെ തട്ടിപ്പിനെ ഒരുപാട് പെൺകുട്ടികൾ പുറത്ത് മിണ്ടാൻ നിൽക്കുന്നുണ്ട്, മാനം ഭയന്നിട്ട്. ഇവരുടെ തട്ടിപ്പിൽ വീണതാണ്. പറഞ്ഞു പറ്റിച്ച് പൈസ മേടിച്ച്, ആദ്യം സിമ്പതിയുടെ പുറത്ത് പറഞ്ഞ് യാചിച്ച് പൈസ മേടിക്കുന്നു, പിന്നീട് കൊടുക്കാതാവുമ്പോൾ അവരുടെ ചാറ്റിങ്സും അവരുടെ മറ്റതും മറിച്ചതും പുറത്തു വിട്ട്. കാരണം ഇവർ എടുത്ത് അവർ നുണയെ പറയത്തുള്ളൂ. നുണ പറയാനും കഴിക്കാനും വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു ഈ സ്ത്രീ വാ തുറക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇവളെ പോലുള്ള, ഞാൻ പറഞ്ഞില്ല, പോൺ സൈറ്റുകൾ, ടെലിഗ്രാം സൈറ്റുകൾ എന്തോരം നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റ് റിമൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തൂഫാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണ്. അതോടൊപ്പം ഈ സൈബർ റേപ്പിസ്റ്റുകളെ കണ്ടെത്തി തീർച്ചയായിട്ടും നമ്മുടെ സൈബർ സെല്ലിനും നമ്മുടെ പോലീസുകാർക്കും നമ്മുടെ ഗവൺമെന്റിനും സാധിക്കും. ഇത്രയൊക്കെ കാര്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാമെങ്കിൽ ഇതും സൂപ്പർ ആയിട്ട് നമുക്ക് 100% ഈ ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ, അതല്ലേ? 100% കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിച്ചൊരു സംസ്ഥാനം കൂടിയാണ് നമ്മളത്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും മിടുക്കന്മാരായ ആൾക്കാർ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും, ഉദ്യോഗസ്ഥർ വൃന്ദമായിട്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, നിങ്ങൾ ദയവായി ഇങ്ങനെയുള്ള ഷഫീന ബീവി എന്ന വ്യക്തിയെ മാത്രമല്ല, അവരോടൊപ്പം കൂട്ടു നിൽക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്, അവരുടെ ഒരേ കാറ്റഗറിയിൽപ്പെട്ട കുറേയധികം ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്കിംഗ്, സൈബർ റേപ്പ്, വെർബൽ റേപ്പ് ചെയ്യുന്ന ആൾക്കാർ, അവരെ കണ്ടെത്തി അവർക്കുള്ള അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്ത് കളയുകയും അവരെ കൊണ്ട് ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾ തുടങ്ങാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുക. അതിന് തടവും പിഴയും വെക്കണം സർ, തീർച്ചയായിട്ടും വെക്കണം. ഇതിനൊരു നിയമമാക്കി ദയവ് ചെയ്ത് നിയമസഭയിൽ ഇത് അവതരിപ്പിച്ച് ദയവൊരു നിയമമാക്കി നിങ്ങൾ കൊണ്ടുവരിക. കാരണം ഇതുമൂലം പലരും ആത്മഹത്യയുടെ, പല വീട്ടമ്മമാർ ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്നു. പല കുട്ടികളും ഡിപ്രഷനിലേക്ക് പോകുന്നു. സ്കൂളുകൾ എന്തിനാണ് കൗൺസിലിംഗ് വെച്ചിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ ഉദ്ബോധിപ്പിക്കാനാണ്. എന്നിട്ട് വെബ്സൈറ്റിൽ വന്നിരുന്നത്, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് അവരെ ചീത്ത വിളിക്കുക. ഒരു ഷഫീന ബീക്കും ഇന്ത്യ മഹാരാജ്യം അങ്ങനെ റൈറ്റ് കൊടുത്തിട്ടില്ല. ഒരാളെയും വെർബൽ റേപ്പ് ചെയ്യാനല്ല സോഷ്യൽ മീഡിയ. സോ ഷഫീന ബീവി, നിങ്ങൾ നിർത്തിക്കൊള്ളുക, ഇല്ലെങ്കിൽ ജനക്കൂട്ടം നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലും. ആ ദിവസം എണ്ണിയിരിക്കുകയാണ് ഞാൻ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദിവസം ഉണ്ടാകും. ഇല്ലെങ്കിൽ നിയമം നിങ്ങളെ തേടി വരും. പോലീസും ഒരുപക്ഷെ പട്ടാളവും നിങ്ങളെ തേടി വന്നിരിക്കും. ബെറ്റ് വെച്ചോ.